പിന്നെ വേറെ ഒരു കാര്യം ആലോചിക്കൂ, ഒരു സമൂഹം എത്ര പേർക്ക് അങ്ങനെ എത്ര സമയം എ സിയിലിരുന്ന് ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റും? അത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇവിടുത്തെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരോ കുറച്ച് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളവരോ കുറച്ച് കമ്പനിയിലോ വർക്ക് ചെയ്യുന്നവരല്ല, കുറച്ച് സമ്പന്നന്മാരും അല്ല ഈ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ കൃഷി ഇടങ്ങൾ, കോടിക്കണക്കിന് വരുന്ന കന്നുകാലി സമ്പത്തിനെ പരിരക്ഷിക്കുന്നവർ, പിന്നെ ചെറിയ തൊഴിൽ ചെയ്യുന്നവർ, ചെറുകിട സംരംഭക്കാർ, അങ്ങനെയുള്ള മഹാഭൂരിപക്ഷം ആളുകളാണ് ഒരു വ്യവസ്ഥിതിയെ, ഒരു സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എ സി ഉണ്ടായിട്ട് എന്ത് കാര്യമെന്നേ? കൃഷി ചെയ്യാൻ പറ്റത്തില്ലൊരു എ സി കൊണ്ടുപോയി. കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും കുടിവെള്ളം എടുക്കുന്നത് മിക്കവാറും സ്റ്റേറ്റുകളിൽ ബോർവെല്ലോ ഡീപ്പ് വെല്ലിൽ നിന്നാണ് കുടിവെള്ളം എടുക്കുന്നത്. കേരളത്തിൽ വാട്ടർ അതോറിറ്റിയുടെ എല്ലാ കണക്ഷൻസും നദികളിൽ നിന്നാണ്, ഉപരിതല നദികളിൽ നിന്നാണ്. അപ്പോൾ വാമനപുരം നദി എടുക്കുക, നെയ്യാർ എടുക്കുക, അരുവിക്കര എടുക്കുക, കരമന എടുക്കുക, അങ്ങോട്ട് ഭാരതപ്പുഴ വരെ അല്ലെങ്കിൽ മഞ്ചേശ്വരം പുഴ വരെ എടുത്താൽ ഈ പുഴകളിലെ വെള്ളമാണ് അടിച്ചിട്ട് നമുക്ക് പൈപ്പിലൂടെ കിട്ടുന്നത്. ആ പുഴകളിൽ പമ്പ് ചെയ്യാൻ വെള്ളമില്ല. നല്ലൊരു ശതമാനം മൃഗങ്ങളും പുറത്തേക്ക് വരുന്നത് കാടിലെ ചൂട് സഹിക്കാൻ വയ്യാതെയും ദാഹനീര് തേടിയും പിന്നെ ഭക്ഷണം തേടിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നേരത്തെ നാട്ടിലെ പുഴയിൽ എന്തുണ്ടായിരുന്നു? വെള്ളമുണ്ടായിരുന്നു. അത് കുടിച്ചിട്ട് അതങ്ങ് കയറി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നാട്ടിലെ പുഴയില്ല, അല്ലെങ്കിൽ വെള്ളമില്ല. സ്വാഭാവികമായിട്ട് അതെവിടെ കാണുന്നു? അത് നാടെന്നുള്ള രീതിയിൽ നടന്നു കയറി എവിടെ വരികയാണ്? ആളുകളുടെ പറമ്പിലേക്ക് വരികയാണ്. കാരണം പുഴ ക്രോസ് ചെയ്യാൻ പുഴയില്ല. പണ്ടത് പുഴ ക്രോസ് ചെയ്യാൻ മടിച്ചിട്ടെങ്കിലും പുഴയെന്ന് പേര് മാത്രമേ ഉള്ളൂ. മറ്റത് പുഴയിലെ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഹാപ്പിയാണ്. തണുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ആനയൊക്കെ കുറേ വെള്ളമൊക്കെ ഒരു ഒഴിച്ച് കഴിഞ്ഞാൽ ആന തിരിച്ചു പോകും. പക്ഷേ ഇതിപ്പോൾ തിരിച്ചു പോകണില്ല. അതിന് വഴക്കം പുഴയിൽ വെള്ളമില്ല, അത് നേരെ ഇനി പറമ്പിൽ കയറും. നമസ്കാരം. കേരളം ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. പുറം ലോകത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ, അതിനോടൊപ്പം തന്നെ ഉഷ്ണ തരംഗവും കൂടി. ഇത് ഏതെല്ലാം രീതിയിലേക്ക് കാര്യങ്ങൾ മാറും? അതീവ ഗുരുതരമായിട്ട് നിൽക്കുന്ന ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ജലശാസ്ത്രജ്ഞനായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് മലയാളി വാർത്തയോട് സംസാരിക്കുന്നു. സ്വാഗതം ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. നമസ്കാരം സാർ. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണല്ലോ ഇപ്പം. കാരണം വേനൽക്കാലം അത് നമ്മൾ ഏറെ അനുഭവിച്ചിട്ടുള്ളതാണ്. അതിനൊരു പ്രത്യേക കാലാവസ്ഥാ രീതിയിലാണ് പൊക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പുറത്ത് ഇറങ്ങണ്ട എന്ന് പറഞ്ഞാൽ അകത്തിരിക്കാനും കഴിയാത്ത അവസ്ഥയിലേക്കാണ്. ഇതിനിയും കൂടിക്കൊണ്ടിരിക്കുമോ? ഇതിപ്പോൾ മേടമാസമാണ്. മേടമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്നത് അങ്ങ് ഏറെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ എന്നാണ് പറയുന്നത്. ഇപ്പം അതിനേക്കാളും ജ്വലിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മീനമാസത്തിലെ സൂര്യനെയാണ് ഏറ്റവും കൂടുതൽ ചൂട് എന്ന് പറഞ്ഞ് നാം പറഞ്ഞിരുന്നത്. മലയാളിക്ക് മീനമാസത്തിലെ സൂര്യനാണ് ഏറ്റവും വലിയ ചൂട്, അങ്ങനെ പഴമൊഴി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടെന്നല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള കാലാവസ്ഥാ പ്രവചന ഏജൻസികളുടെയും പഠന ഏജൻസികളുടെയും നിഗമനമനുസരിച്ച് മാനവരാശി ഇതുവരെ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ ചൂടായിരുന്നു കഴിഞ്ഞ വർഷം ലോകത്ത് വന്നു പോയത്. അപ്പോൾ കഴിഞ്ഞ വർഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ചൂട് വന്നു പോയെങ്കിലും അത്ര ഭയങ്കര ചൂട് നമ്മളെ ബാധിച്ചില്ല. എന്നാൽ അതിൻ്റെ ബാക്കി പത്രം എന്നുള്ള നിലയിൽ ഈ വർഷം ഇന്ത്യ, ചൈന, ആസ്ട്രേലിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലും ആസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലും ഒരു ബെൽറ്റ് ആകെ അതികഠിനമായ ചൂടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും ചൂടുണ്ട്, കേരളത്തിലും ചൂടുണ്ട്. നല്ല ചൂടിലേക്കാണ് പോകുന്നത്. പക്ഷേ കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ചൂടിന് അനുഭവവേദ്യമാകുന്നതിലൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. കാരണം നമുക്ക് തീരപ്രദേശത്തിൻ്റെയും കടലിൻ്റെയും സാമീപ്യമുണ്ട്. അതുകൊണ്ട് ഓരോ സെക്കൻഡിലും നീരാവി രൂപപ്പെടുകയാണ്. ഈ രൂപപ്പെടുന്ന നീരാവിയുടെ മഴത്തുള്ളികൾ അതാണ് മഴയായി നമുക്ക് വരേണ്ടത്. ശരി, കേരളത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് തീരപ്രദേശത്തിൻ്റെ ഒരു സാമീപ്യം. അത് നമുക്ക് ഒരു പരിധിവരെ അനുഗ്രഹമാണ്. കാരണം നല്ല മഴ കിട്ടാൻ കടലിൻ്റെ സാമീപ്യം നല്ലതാണ്. പക്ഷേ ചൂട് കൂട്ടുന്നതിലും അതിന് പങ്കുണ്ട്. കാരണം കടൽ സാധാരണ 12-20 ദിവസം മാത്രം നല്ല ചൂടാവുന്ന ഇന്ത്യൻ മഹാസമുദ്രമൊക്കെ ഇപ്പോൾ 50 ദിവസം 60 ദിവസം ചൂടാവുകയാണ്. അപ്പോൾ ആ ചൂടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ നീരാവി ഉണ്ടാവും. അത് അന്തരീക്ഷത്തിലേക്ക് പടരും. ഇത് പടർന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ പോയി ഈ ഇതെല്ലാം കൂടി നീരാവി എല്ലാം കൂടെ കൂട്ടി യോജിച്ച് അതിൻ്റെ കനം കൂടി തിക്നെസ് കൂടി മേഘങ്ങളായിട്ട് മഴയായിട്ടൊക്കെ ഭൂമി കിട്ടും നമുക്ക്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത, ഈ ജലാംശം നിൽക്കും അന്തരീക്ഷത്തിൽ.
അങ്ങനെ അന്തരീക്ഷം നിൽക്കുന്ന ആ ജലാംശത്തിൽ ഊർജ്ജവും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്തും സൂര്യൻ്റെ ഊർജ്ജം എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വെള്ളത്തിൽ നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഊർജ്ജവും ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഊർജ്ജവും കൂടി ഇവിടെ നിൽക്കുമ്പോൾ ഒരു 38 ഡിഗ്രി, കേരളത്തിൽ 38 ഡിഗ്രിയാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുകയാണ് ഒരു ജില്ലയ്ക്ക് വന്നാൽ, എഫക്റ്റിൽ ഒരു 50-55 ഡിഗ്രിയുടെ എഫക്റ്റ് നമുക്ക് കിട്ടും. അതിന് മറ്റതും കൂടി ആക്സിലറേറ്റ് ചെയ്യും. നീരാവിയുടെ അല്ലെങ്കിൽ ആർദ്രതയുടെ ഫലമായി ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ചൂടും സൂര്യനിൽ നിന്ന് വരുന്ന ചൂടും കൂടി രണ്ടും കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇരട്ടി റിസൾട്ട് ഇവിടെ ഉണ്ട്. തമിഴ്നാട്ടിൽ പോലുള്ള അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലൊന്നും അത്ര ഈ കടലിൻ്റെ സാമീപ്യം വലുതായിട്ടില്ലാത്ത സ്റ്റേറ്റുകളിൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അവിടെ നേരിട്ടുള്ള സൂര്യൻ്റെ ചൂട് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ആർദ്രത അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി കൂടുന്ന ജലാംശം അന്തരീക്ഷത്തിൽ വേറെ നിൽക്കുന്നത് കൊണ്ട്, എന്നാൽ അത് ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് രൂപപ്പെട്ട് മഴയായി നമുക്ക് കിട്ടും. എന്നാൽ ചിലപ്പോൾ വലിയ മഴ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ IMD പറയുന്നതനുസരിച്ച് മെയ് ആദ്യം തന്നെ മഴ വരാൻ ആദ്യം മീൻസ് ഒരു പകുതിയാകുമ്പോൾ മഴ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നല്ല മഴ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ നല്ല മഴ വന്നാൽ അത് പ്രളയത്തിലേക്ക് പോകുമോ നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ കേരളവും ഭൂമിയാകെ നല്ല ചൂട് കൂടുന്നു, ലോകമാകെ ചൂട് കൂടുന്നു. കേരളത്തിലും വലിയ ചൂടാണ്. അപ്പോൾ ഈ ചൂടിൻ്റെ ഫലമായി നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നം, മുൻകാലങ്ങളിലെ വേനലിൽ ഒരേ ഒരു പ്രതിസന്ധിയെ നമ്മൾ അനുഭവപ്പെടുകയുള്ളായിരുന്നു. ചെടികൾക്കും കൃഷിക്കും കുറച്ച് വെള്ളം കുറയും, കുടിവെള്ളത്തിന് കുറച്ച് വെള്ളം കുറയും, ക്ഷാമം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കിണറ്റിലില്ലെങ്കിൽ അടുത്ത കിണറ്റിലോ തോട്ടിലോ എവിടെയെങ്കിലുമൊക്കെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം ഉണ്ടാവുക, അത് മാനേജ് ചെയ്യുമായിരുന്നു. മുൻകരുതൽ നമ്മൾ എടുത്ത് ഒന്ന് മാനേജ് ചെയ്ത് പോകാമായിരുന്നു. ഇപ്പം അതല്ല സ്ഥിതി. സകല മേഖലകളെ ഇത് ബാധിക്കുകയാണ്. മൃഗങ്ങളെ ബാധിക്കുന്നു. പശുവിനും അതുപോലെ ആടിനും അതുപോലുള്ള പാല് തരുന്ന മൃഗങ്ങൾക്ക് പാലിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. പുല്ലുവർഗ്ഗങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. അതിന് ചൂട് താങ്ങാൻ കഴിയുന്നില്ല. അസുഖങ്ങൾ ഒരുപാട് പുതിയത് വരുന്നു. വയസ്സായവർക്കും കുട്ടികൾക്കും വീട്ടിനകത്തിരിക്കാൻ കഴിയുന്നില്ല. മുൻകാലങ്ങളിൽ കറണ്ട് ഒരു സെക്കൻഡ് പോയാൽ പിന്നെ വരും, കുറച്ച് കഴിയുമ്പോൾ വരും എന്ന് നമുക്ക്. ഇപ്പോൾ ഒരു മിനിറ്റ് പോലും കറണ്ട് പോയാൽ വീട്ടിലാർക്കും ഇരിക്കാൻ കഴിയാത്ത, ഫാനോ AC ഉള്ളിടത്താണെങ്കിൽ AC ഒക്കെ പ്രയോജനപ്പെടുത്താതെ ഇരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ചൂട് അതികഠിനമാണ്. വൈദ്യുതിയുടെ ഉപഭോഗം കൂടിയിട്ടുണ്ട്. കാരണം നേരത്തെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ പകൽ സമയവും വീട്ടിൽ ആരുണ്ടെങ്കിൽ എല്ലാ സമയവും ഫാൻ ഇട്ടുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. അതിൽ നിന്ന് മാറി AC-യിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ വീട്ടിൽ AC ഉണ്ടപ്പോൾ AC-യും ഫുൾ ടൈം ഇടേണ്ട രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പം ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒരു വർഷം 3.5 ലക്ഷത്തോളം AC വിറ്റഴിയുന്നു, ധാരാളം AC വിറ്റഴിയുന്നുണ്ട്. മാത്രമല്ല അതിന് വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ ഓവറായിട്ട് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഈ AC-യും ഒക്കെ ഉപയോഗിക്കുമ്പോൾ കറണ്ട് കട്ടാകാനും ട്രിപ്പാവാനും ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെയും ജോലി വളരെയധികം കൂടുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുകയാണ്. കാരണം ഓവർലോഡാണ് എല്ലാവരും വീടുകളിലും എടുക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ കറണ്ടിൻ്റെ അമിതമായ ഉപയോഗം വേണ്ടി വരുന്നു. നമ്മുടെ ഡാമുകളിൽ 30-35% മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ മഴ നന്നായി വന്നില്ലെങ്കിൽ ഡാമുകളിൽ വെള്ളമില്ല. എല്ലാ നദികളും വറ്റുകയാണ്. കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും കുടിവെള്ളം എടുക്കുന്നത് മിക്കവാറും സ്റ്റേറ്റുകളിൽ ബോർവെല്ലോ ഡീപ്പ് വെല്ലിൽ നിന്നാണ് കുടിവെള്ളം എടുക്കുന്നത്. കേരളത്തിൽ വാട്ടർ അതോറിറ്റിയുടെ എല്ലാ കണക്ഷൻസും നദികളിൽ നിന്നാണ്, ഉപരിതല നദികളിൽ നിന്നാണ്. അപ്പോൾ വാമനപുരം നദി എടുക്കുക, നെയ്യാർ എടുക്കുക, അരുവിക്കര എടുക്കുക, കരമന എടുക്കുക, അങ്ങോട്ട് ഭാരതപ്പുഴ വരെ അല്ലെങ്കിൽ മഞ്ചേശ്വരം പുഴ വരെ എടുത്താൽ ഈ പുഴകളിലെ വെള്ളമാണ് അടിച്ചിട്ട് നമുക്ക് പൈപ്പിലൂടെ കിട്ടുന്നത്. ആ പുഴകളിൽ പമ്പ് ചെയ്യാൻ വെള്ളമില്ല. ഇപ്പോൾ വാമനപുരം നദിയിലൊക്കെ ഒരു 10-15 പ്രാവശ്യം ഈ സീസണിൽ ഇപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പമ്പിങ് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. തടസ്സപ്പെടുന്ന രീതിയിലേക്ക് പമ്പിങ് നടത്താൻ പറ്റില്ല. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. പമ്പിങ് കുറയുന്നത് മാത്രമല്ല, നദിയിൽ വേനൽക്കാലത്ത് മിനിമം ഫ്ലോ ഉണ്ടായിരിക്കണം. കുറച്ച് വെള്ളം നദിയിലൂടെ ഒഴുകണം. അങ്ങനെ ഒഴുകിയില്ലെങ്കിൽ കടലിലെ ഉപ്പുവെള്ളവും കായലിലെ ഉപ്പുവെള്ളം എവിടെയാണോ ഇതിൻ്റെ മൗത്തിൽ, അതായത് നദികൾ ചെന്ന് ചേരുന്ന സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് ഉപ്പുവെള്ളം അകത്തേക്ക് കയറും. ഇത് വലിയ പ്രശ്നമാണ് കേരളത്തിൽ. സലൈൻ ഇൻട്രൂഷൻ. ഉപ്പുവെള്ളം കയറി എന്താ സംഭവിക്കുക? അത് കരയിൽ നദിയിലും പുഴയിലൂടെ അകത്തോട്ട് കയറി കരയിലൊക്കെ അത് വ്യാപിച്ച്, വെള്ളമല്ലേ, അത് പറ്റുന്നിടത്തൊക്കെ വ്യാപിച്ചു കഴിഞ്ഞാൽ വെള്ളം വീണ്ടും ആവിയായിട്ടങ്ങ് പോകും. ചൂട് വരുമ്പോൾ അതിൻ്റെ സലൈൻ കണ്ടൻറ്റ് എന്ത് ചെയ്യും? അതിനകത്ത് കിടക്കും, ഈ മണ്ണിൽ കിടക്കും. നമ്മൾ വിചാരിക്കുന്ന വളരെ ഡയറക്റ്റായിട്ടുള്ളൊരു ചൂടിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഓരോ മേഖലയായിട്ട് പരിശോധിച്ചാൽ. അപ്പോൾ അങ്ങനെ കിടന്നാലുള്ള സംഭവിക്കുന്നത് തീരപ്രദേശത്ത് പിന്നെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഉപ്പിൻ്റെ അംശമുള്ള മണ്ണായിരിക്കും പിന്നെ അവിടെ ഉണ്ടാവുക. അവിടെ ബിൽഡിംഗ് വെക്കാൻ പറ്റത്തില്ല, അത് നാശക്കൊട്ടയായി പോകും, പിന്നെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തീരദേശം അങ്ങനെ തീരദേശത്തുള്ള നദികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കരപ്രദേശം സലൈൻ ഇൻട്രൂഷൻ ഉപ്പുവെള്ളം കൊണ്ട് നശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിനിമം ഫ്ലോ എല്ലാ കാലത്തും ഉണ്ടാവണം നദിയിൽ.
മഴക്കാലത്ത് നല്ല ഫ്ലോ ഉണ്ടാവണം, വേനൽക്കാലത്ത് ആ പറയുന്ന സയൻറ്റിഫിക് ടേമാണ് ഞാൻ പറഞ്ഞ മിനിമം ഫ്ലോ ഓഫ് വാട്ടർ ഉണ്ടാവണം. അതില്ല ഇപ്പോൾ പല നദികളിലുമില്ല. അപ്പോൾ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ദുരന്തമുണ്ട്. അപ്പോൾ കുടിവെള്ളം, നമ്മുടെ കൃഷി, നമ്മുടെ ജലവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ, പരിസ്ഥിതിയുടെ സംരക്ഷണം, ജല ടൂറിസം, ഇങ്ങനെ എല്ലാ മേഖലയിലും വെള്ളം വളരെ നിർണായകമായ വസ്തുവാണ് കേരളത്തിൽ. നമുക്ക് മഴ മാത്രമേ ഉള്ളൂ, മഞ്ഞില്ല. മഞ്ഞിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടാനില്ല, മഞ്ഞുമലകളില്ല, നമുക്ക് മഴ മാത്രമേ ഉള്ളൂ. ഭൂഗർഭജലത്തിന് ഒരുപാട് വെള്ളം കരുതി വെക്കാനുള്ള മണ്ണുമില്ല നമുക്ക്, മണ്ണിനും കനം കുറവാണ്. അപ്പോൾ മഴക്കാലം അധികരിച്ച മഴ വന്നതുകൊണ്ടും കാര്യമില്ല. അപ്പോൾ കുറേശ്ശെ കിട്ടേണ്ട സീസണിൽ മഴ കിട്ടുകയും അമിതമായ ചൂടില്ലാതിരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ആ സിസ്റ്റം കൊളാപ്സ് ചെയ്തിരിക്കുകയാണ്. അതിൽ ആഗോളതലത്തിലുണ്ടായ കടലിലുണ്ടായ ചൂടിൻ്റെ കൂടുതലുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ബേ ഓഫ് ബംഗാളിലുമൊക്കെ ഉണ്ടാകുന്ന ചൂടിൻ്റെ കൂടുതലുണ്ട്. അങ്ങനെ രൂപപ്പെടാൻ എൽനിനോ പോലുള്ള പ്രതിഭാസങ്ങളുണ്ട്. ആഴക്കടലിൽ സംഭവിക്കുന്ന ചക്രവാത ചുഴികളെ പറയുന്ന പേരുകളാണിതൊക്കെ. അത് കുറച്ച് പണ്ട് കാലത്ത് കുറേ മുക്കുവർ ആണ് ഈ കാറ്റ് മനസ്സിലാക്കിയത്. ആദ്യം അവർ ബോട്ട് പോയപ്പോൾ അവരിട്ടൊരു പേരാണ്, കുട്ടി എന്നുള്ള അർത്ഥത്തിൽ ഒരു പേരാണ് എൽനിനോ എന്ന പേര്. ഒരു സ്പാനിഷ് വാക്കാണ്. അവരിട്ട ഒരു നാടൻ പേരാണ്. അത് തന്നെ പിന്നെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കടലിൽ രൂപപ്പെടുന്ന ചക്രവാതത്തിൻ്റെയും സൈക്ലോണിൻ്റെയും ആൻറ്റി സൈക്ലോണിൻ്റെയൊക്കെ ഫലമായി, ചക്രവാതത്തിൻ്റെ കാറ്റിൻ്റെ രൂപപ്പെടലിൻ്റെ ഫലമായി മഴ കുറയുന്നു എന്ന് മാത്രമല്ല, ഈ പറയുന്ന പോലെ ചൂട് കൂടുവാനുള്ള സാഹചര്യവും നമുക്കുണ്ടാകുന്നു. കരയിൽ പിന്നൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ. സിമൻ്റാണ് ഏറ്റവും കൂടുതൽ ചൂട് എടുത്തു വയ്ക്കുകയും പതുക്കെ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ധാരാളം ചൂട് എടുത്തു വെക്കും, പതുക്കെ അത് റിലീസ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഭയങ്കര കോൺക്രീറ്റ് കാട് പോലെയാണ് കേരളം. ലക്ഷക്കണക്കിന് വീടുകളാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു 10-25 ലക്ഷം വീടെങ്കിലും നമുക്ക് ഒഴിഞ്ഞു കിടക്കുകയാണ് ഇവിടെ. അതിലൊരു രാഷ്ട്രീയമുണ്ട്. ഇതെല്ലാം കൂടി ചർച്ച ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല കേരളം ഇനി കേരളത്തിന്. അതിൻ്റെ രാഷ്ട്രീയം എന്താ? 70കളിലായിരുന്നു കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകൾ പോയത്. 70കൾ മുതൽ പോയി തുടങ്ങി. ഒരു 80-85 കാലഘട്ടമായപ്പോൾ പണം വന്നു തുടങ്ങി, നന്നായി പണം വന്നു തുടങ്ങി. പണം വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറുകിട വ്യവസായങ്ങളും തൊഴിൽ സംരംഭങ്ങളും ചെയ്യാൻ തുടങ്ങി. ഗൾഫിൽ നിന്ന് വന്നവരും അവിടുത്തെ പണം വന്നു. പക്ഷെ നമ്മളിവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം, ട്രേഡ് യൂണിയൻ്റെ സാഹചര്യം, നമ്മുടെ സർക്കാരിൻ്റെ നൂലാമാലകൾ, ഒരു ലൈസൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, ചുവപ്പ് നാട സിസ്റ്റം, ഇതെല്ലാം കൂടി നടത്താൻ പറ്റിയില്ല നമുക്ക്. വേണ്ടത്ര ചെറുകിട തൊഴിൽ സംരംഭങ്ങളൊന്നും നടത്താൻ ഇൻവെസ്റ്റേഷനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാക്കി മാറ്റാൻ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളെ പണമുണ്ട്. ഈ ഗ്യാപ്പ് നോക്കിയാണ് നമുക്ക് ബിൽഡിംഗ് ഏരിയയിലേക്ക് ഒരു ബൂം തന്നെ വന്നു കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാർ, മറ്റ് മേഖല ജോലി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം കെട്ടിട നിർമ്മാണ തൊഴിലാളികളായി മാറി. വലിയ കെട്ടിട നിർമ്മാണം. ഇത് മനസ്സിലാക്കിയിട്ട് സാനിറ്ററി ഏജൻസികൾ വലിയ പരസ്യം കൊടുത്തു. സാനിറ്ററി ഉൽപ്പന്നങ്ങൾക്കും വലിയ ഡിമാൻഡായി കേരളത്തിൽ. കാരണം നമ്മൾ ലാട്രിൻ പണിഞ്ഞിരുന്നത് വീട്ടിനകത്തല്ല. ആരും വീട്ടിനകത്ത് ലാട്രിൻ പണിഞ്ഞിരുന്നേ ഇല്ല. ലാട്രിൻ വന്നിട്ട് 50 വർഷം 60 വർഷമേ ആവുള്ളൂ. അത് തന്നെ നമ്മൾ എവിടെയാണ്? പറമ്പിൽ വളരെ ദൂരെയാണ്, വീട്ടിൽ നിന്ന് വളരെ അകലത്തിലാണ് നമ്മൾ ഒരു റൂം കെട്ടി ലാട്രിൻ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അത് ഏറ്റവും അട്രാക്റ്റീവായൊരു വസ്തുവായി ബെഡ്റൂമിൻ്റെയും മറ്റ് റൂമിൻ്റെയും കോമൺ റൂമിൻ്റെയും ഹാളിൻ്റെയൊക്കെ ഭാഗമായി പണിയാവുന്ന രീതിയിലേക്കുള്ള സാനിറ്ററി വെയേഴ്സിൻ്റെ, മോഡേൺ സാനിറ്ററി വെയേഴ്സിൻ്റെ ഒരു ബൂം തന്നെ ഉണ്ടായി ലോകത്ത്. അവരുടെ പരസ്യവും വന്നു. അപ്പോൾ അവരുടെ പരസ്യം, അവരുടെ ഒരു ബിസിനസ് ഇടപാടുകൾ, പുതിയ ബിൽഡിംഗ് മെറ്റീരിയലുകൾ, സിമൻറ്റ് കമ്പനി, ഇതെല്ലാം കൂടെ വന്ന് ഗൾഫിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണം ഉൽപ്പാദന മേഖലയിലോ പരിസ്ഥിതി സംരക്ഷണ മേഖലയിലോ പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങളിലേക്ക് ഒന്നും പോകാനുള്ളൊരു അനുകൂല സാഹചര്യം ഇവിടെ ഇല്ലാതായി. ഈ മുഴുവൻ പണവും പോയത് ബിൽഡിംഗ് മേഖലയിലാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് സംഭവിച്ച് പുതിയ റിയൽ എസ്റ്റേറ്റുകളുണ്ടായി, ഫ്ലാറ്റ് സംസ്കാരം ഉണ്ടായി. നമുക്ക് ഫ്ലാറ്റ് വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അതൊരു വേറൊരു തരത്തിലേക്ക് വളർന്നു, ഒരു വ്യവസായമായിട്ട്, ഫ്ലാറ്റ് വ്യവസായമായി വളർന്നു. അപ്പോൾ ഫ്ലാറ്റിൻ്റെ വ്യവസായം വന്നു. പിന്നെ അപ്പം സ്ഥലമില്ല, ലാൻഡ് ഒരു വലിയ പ്രോപ്പർട്ടിയായി മാറി. ലാൻഡ് എന്നുള്ള വെറും ലാൻഡ് എന്നുള്ളത് പ്രോപ്പർട്ടിയായി, പ്രോപ്പർട്ടി സെയിലായി, പിന്നെ അത് റിയൽ എസ്റ്റേറ്റായി. പിന്നെ സ്ഥലമില്ലാതെ വന്നു. അപ്പോൾ പിന്നെ മലയിടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മണലില്ലാതെ വന്നു. അപ്പോൾ പുഴയിൽ ഒരുപാട് മണൽ ഊറ്റാൻ തുടങ്ങി. ചുടുകല്ല് തികയുന്നില്ല. അപ്പോൾ വയലുകളെ വല്ലാതെ ഉപദ്രവിച്ച് ചുടുകല്ലെടുത്ത് തുടങ്ങി. പാറ കിട്ടുന്നില്ല. അപ്പോൾ ഉള്ള പാറമടകളെല്ലാം കൂടുതൽ വന്നു തുടങ്ങി. മണലിന് ക്ഷാമം വന്നപ്പോൾ എംസാൻഡ് എന്ന് പറഞ്ഞ പാറയ്ക്ക് അതിന് ഡിമാൻഡ് വന്നു. ഇങ്ങനെ ഒന്നിൽ തൊട്ട് അടുത്തടുത്ത് എന്നുള്ളൊരു ശൃംഖല പോലെ
പരിസ്ഥിതിയെ നമുക്ക് വല്ല. പിന്നെ ഇത്രയും തടി ആവശ്യം വന്നു. അപ്പോൾ അതനുസരിച്ച് തടി വെട്ടുക, കാട് വെട്ടുക, അതിൻ്റെ രീതികൾ വന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ പുഴയുടെ കാര്യം ഞാൻ മണലെടുക്കുന്ന കാര്യം പറഞ്ഞു, ചുടുകല്ലുണ്ടാക്കുന്ന കാര്യം, ചെളിയെടുക്കുന്ന കാര്യം പറഞ്ഞു, പാറമടകയുടെ ഇതെല്ലാം കൂടി വന്നു. പിന്നെ കുറേ പണം പോയത് വാഹനങ്ങൾ വാങ്ങുന്നതിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ കേരളമാണ്. അപ്പോൾ അത്രയും വാഹനവും വാങ്ങി നമ്മൾ. അപ്പം വാഹനം ധാരാളം നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു കുഞ്ഞു സമൂഹത്തിന് ഇത്രയും ആവശ്യമുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രയും പൊതു സംവിധാനമൊക്കെ ഉള്ളൊരു നാട്ടിൽ അപ്പോൾ വാഹനങ്ങൾ ധാരാളമായി. ഏത് ഗ്രാമം എടുത്താലും കല്യാണ മണ്ഡപങ്ങൾ, പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, പിന്നെ വലിയ കെട്ടിടങ്ങൾ, എല്ലാം ഇങ്ങനെയായി. ഇതെല്ലാം കൂടി വന്നപ്പോൾ അതിനാവശ്യമുള്ള പ്രകൃതി വിഭവങ്ങൾ ഇല്ലാതെ വന്നു. ഉള്ള പ്രകൃതി വിഭവങ്ങളെ വല്ലാതെ ചൂഷണം ചെയ്യാൻ തുടങ്ങി മനുഷ്യർ. മലയിടിക്കുക. അപ്പോൾ ഇടനാടൻ കുന്നുകളെല്ലാം ഇടിക്കാൻ തുടങ്ങി. 2 കാര്യങ്ങൾക്കാണ് ഇടിച്ചത്. ഒന്ന്, അവിടെ വീട് വെക്കുക. 2, വയൽ നികത്താൻ ആവശ്യമായ മെറ്റീരിയൽ കിട്ടുക. അപ്പോൾ എന്ത് സംഭവിച്ചു? 1 ഹെക്ടർ വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളം നിൽക്കുന്ന ഒരു റിസർവോയറാണ് വയലെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തെല്ലാം വെള്ളം കാണും. ഒരു വയലിൽ വെള്ളം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത കിണറ്റിൽ മണ്ണിലെല്ലാം വെള്ളം കാണും. അതെല്ലാം നമ്മൾ നികത്തുന്നു. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ ഒരു 32,000 ഘന കിലോമീറ്റർ പ്രദേശത്തെ മഴവെള്ളത്തെ അത് പിടിച്ചു വെക്കും. അങ്ങനെ മഴക്കാലത്ത് അത് പിടിച്ചു വെക്കുന്ന വെള്ളമാണ് വേനലിലേക്ക് നമ്മളിലേക്ക് വന്ന് പുഴയിലേക്ക് വരേണ്ടത്. ആ പ്രോസസ്സ് നടക്കുന്നില്ല ഇപ്പോൾ കാട്ടിൽ. അത് നടക്കാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കാടിന് ആവാസ വ്യവസ്ഥയ്ക്ക് ചൂട് കൂടി. അപ്പോൾ അവിടെ മൃഗങ്ങൾക്ക് എന്ത് വേണം? അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വെള്ളം വേണം. നല്ലൊരു ശതമാനം മൃഗങ്ങളും പുറത്തേക്ക് വരുന്നത് കാടിലെ ചൂട് സഹിക്കാൻ വയ്യാതെയും ദാഹനീര് തേടിയും പിന്നെ ഭക്ഷണം തേടിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നേരത്തെ നാട്ടിലെ പുഴയിൽ എന്തുണ്ടായിരുന്നു? വെള്ളമുണ്ടായിരുന്നു. അത് കുടിച്ചിട്ട് അതങ്ങ് കയറി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നാട്ടിലെ പുഴയില്ല, അല്ലെങ്കിൽ വെള്ളമില്ല. സ്വാഭാവികമായിട്ട് അതെവിടെ കാണുന്നു? അത് നാടെന്നുള്ള രീതിയിൽ നടന്നു കയറി എവിടെ വരികയാണ്? ആളുകളുടെ പറമ്പിലേക്ക് വരികയാണ്. കാരണം പുഴ ക്രോസ് ചെയ്യാൻ പുഴയില്ല. മറ്റേത് പുഴ ക്രോസ് ചെയ്യാൻ മടിച്ചിട്ടെങ്കിലും പുഴയെന്ന് പേര് മാത്രമേ ഉള്ളൂ. മറ്റേത് പുഴയിലെ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഹാപ്പിയാണ്. തണുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ആനയൊക്കെ കുറേ വെള്ളമൊക്കെ ഒരു ഒഴിച്ച് കഴിഞ്ഞാൽ ആന തിരിച്ചു പോകും. പക്ഷേ ഇതിപ്പോൾ തിരിച്ചു പോകണില്ല. അതിന് പുഴയിൽ വെള്ളമില്ല. അത് നേരെ ഇങ്ങ് പറമ്പിൽ കയറും. മണ്ണൊക്കെ വാരി ഇടുന്നുണ്ട്. നമ്മൾ പല ആനകളും സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ അത് കരയിലോട്ട് വന്നതിന് ശേഷം മണ്ണ് വാരി എറിയും അതിൻ്റെ ബോഡിയിൽ, തുമ്പിക്കൈയുണ്ട്. കാരണം അത്രയ്ക്ക് ചൂട് സഹിക്കാൻ വയ്യാതെയാണ് അത് അകത്തുനിന്ന് ആ ഒരു ആവാസ വ്യവസ്ഥ നിന്ന് പുറത്ത് വരുന്നത്. പിന്നെ മയിൽ നാട്ടിലേക്ക് വരുന്നു. കണിക്കൊന്ന കാലം മാറി പോകുന്നു. തവള കേരളത്തിൽ ഇല്ലാതായി. മഞ്ഞുകാലം കേരളത്തിൽ നവംബർ ഡിസംബർ മാസം ശബരിമല സീസണിലൊക്കെ നല്ല മഞ്ഞായിരുന്നു. ഇപ്പോൾ മഞ്ഞുകാലമില്ല. അത് അപ്രത്യക്ഷമായി കേരളത്തിൽ നിന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഈ നമ്മളിപ്പോഴാണല്ലോ ഈ ഉഷ്ണതരംഗം എന്നുള്ളത് കേൾക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും നമ്മൾക്ക് ഒരു സൊസൈറ്റിയായിട്ട് ജീവിക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ബോഡി, നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, എവിടെയാണോ നമ്മൾ ജനിച്ചു വീഴുന്നത്, ആ മണ്ണ്, അവിടുത്തെ വെള്ളം, അവിടുത്തെ താപനില, ഇതുമായി കോപ്പപ്പ് ചെയ്യുന്ന ജീവനുകളായിരിക്കും ഉണ്ടായി വരുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ സാറിന് മനസ്സിലാവും. ഉരുളക്കിഴങ്ങ് നമ്മൾ ധാരാളം കഴിച്ചാൽ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നൊരു സംസ്ഥാനമാണ്. അതേസമയം വടക്കൻ സംസ്ഥാനങ്ങളിൽ അതാണ് അതിൻ്റെ പ്രധാന സബ്ജി പ്രശ്നമാണ്. അത് ചപ്പാത്തി ഉണ്ടെങ്കിൽ ബറോട്ട ഉണ്ടെങ്കിൽ, ബറോട്ട കുറവാണ്, ഭൂരി ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ സബ്ജിയാണ് അതിൻ്റെ പ്രധാന ഐറ്റം. ഉരുളക്കിഴങ്ങാണ് അവരുടെ ഏറ്റവും പ്രധാനം. അവർക്ക് അങ്ങനെ ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. കാരണം അവിടുത്തെ ഒരു അന്തരീക്ഷം, അവിടുത്തെ താപനിലയും ഒക്കെ അതിന് പറ്റിയതാണ്. നമ്മൾക്ക് പട്ടി കഴിക്കാൻ പറ്റത്തില്ല, നമ്മൾ കഴിക്കത്തില്ല. നാഗാലാൻഡിൽ പോയി കഴിഞ്ഞാൽ നായയെ ഭക്ഷണമായിട്ട് അവർ കഴിക്കും. അപ്പം ഓരോ പ്രദേശത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ചൂട്, മണ്ണിൻ്റെ ഘടന, ഇതെല്ലാം കൂടിയാണ് ഈ സെറ്റ് ചെയ്യുന്ന ആളുകളെ ജീവിക്കാനുള്ള ഒരു സർവൈവലിൻ്റെ ഒരു പ്രകൃതിയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കി തരുന്ന ബോഡിക്ക് കാലം തന്നെ. അത് തെറ്റുകയാണ് ഇവിടെ. കാരണം നമുക്ക് ഈ ചൂട് നമ്മൾക്ക് പറ്റുന്നില്ല, ഈ ചൂട് നമ്മൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഒരു തലമുറയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സർവൈവ് ചെയ്യുമായിരിക്കും. നമ്മളെ കുട്ടികൾ ചിലപ്പോൾ ഇതെല്ലാം കണ്ട് വളർന്ന് ചൂടിൽ വളർന്ന് അവർ ചിലപ്പോൾ സർവൈവ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ ബോഡി ഈ ചൂട് പിടിക്കുന്ന ബോഡി അല്ല, ഇണങ്ങിയിട്ടില്ല. പിന്നെ മാനസികമായിട്ടും പ്രശ്നമുണ്ട്. ചെറിയ ചൂട്, അയ്യോ ചൂടെന്ന് പറഞ്ഞ് ബോഡിക്ക് നമ്മൾ മെൻ്റലി ഒരു ആഗണി ഉണ്ട് ഇതിനകത്ത്. ഏത് കാര്യത്തിലും ഒരു മെൻ്റൽ ആഗണി ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പിന്നെ ഒരു ഭയമുണ്ട് നമുക്ക്, അയ്യോ ചൂടായി കഴിഞ്ഞു എന്നൊരു ഭയവും നമ്മുടെ ഉണ്ട്. അപ്പം ബോഡിയുടെ ഒരു മാനസികാവസ്ഥയും നമുക്കുണ്ട്, മനസ്സിൻ്റെ അവസ്ഥയുണ്ട്, ബോഡിയുടെ അവസ്ഥ. അപ്പോൾ നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു സ്ഥിതി. പിന്നെ ഉഷ്ണതരംഗത്തിന് മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നതും നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഉഷ്ണതരംഗം പകലേ വരൂ എന്നുള്ളതാണ്. പകൽ ചൂടുണ്ട്, ഉഷ്ണതരംഗം. ഇതങ്ങനല്ല സ്ഥിതി, രാത്രിയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഉഷ്ണതരംഗം വരുന്നു എന്ന് പറയും. ഇനി ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ പ്രളയം, ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ഉഷ്ണതരംഗത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഉഷ്ണതരംഗത്തിൽ നിന്നുള്ള ആപത്തിനെ നമുക്ക് നിയന്ത്രിക്കാം. ഏത് തരത്തിൽ? അതാണ് പ്രശ്നം. അതായത്
ഉഷ്ണതരംഗം മനുഷ്യനെ ബാധിക്കുന്നത് കൂടുതലും ശരീരത്തിലെ ജലാംശം പോകുമ്പോഴാണ്. ജലാംശം പോകുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? കുഴഞ്ഞു വീഴുകയും മരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഷുഗർ, BP, കൊളസ്ട്രോൾ പോലെ അസുഖങ്ങളുള്ളവർ, ഹാർട്ട് പേഷ്യൻറ്റുമാർ, അതുപോലെ അസുഖങ്ങളുള്ളവർ, പനി, നേരത്തെ തുടർച്ചയായി പനി വന്ന ശരീരം, ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് നേരത്തെ ആണെങ്കിൽ നിർജ്ജലീകരണം വന്നാൽ ബോഡി റിയാക്ട് ചെയ്യും. എനിക്ക് വെള്ളം ദാഹിക്കുമെന്ന്. ഇപ്പോൾ ബോഡി റിയാക്ട് ചെയ്യൂല. എന്തെന്നാൽ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പോൾ ബോഡിക്ക് എന്തുണ്ട്? പുറം ബോഡിക്ക് വെള്ളം വേണമെന്ന് തോന്നൂല, ഉള്ളിലെ ബോഡിക്ക് വെള്ളം വേണം. അത് നമുക്ക് വല്ലാതെ തോന്നാത്തതുകൊണ്ട് നമ്മൾ എന്ത് കുടിക്കത്തുമില്ല. ഇതൊരു വലിയ രസമായ ഒരു ആരോഗ്യരംഗമാണ്. നമ്മൾ വെള്ളം കുടിക്കത്തുമില്ല. അതുകൊണ്ട് വേനൽക്കാലത്ത് ഈ കാലഘട്ടത്തിൽ നിർബന്ധമായി എന്ത് കുടിക്കണം? ഒരു ദാഹമില്ലെങ്കിലും അപ്പോൾ വെള്ളം കുടിക്കണം. ഈ ഉഷ്ണതരംഗം അപ്പം വലിയ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കും. വലിയ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കും. കാരണം ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശരീരത്തിലൊക്കെ പാടുണ്ടാക്കുക, സൂര്യാതാപം ഏറ്റിട്ട് കാരണം ആ ചൂട് നമുക്ക് പ്രാക്ടീസ് ഇല്ലല്ലോ. അപ്പോൾ പാടുകളുണ്ടാവും. സ്കിന്നിനെയാണ് ആദ്യം അവൻ പിടിക്കുന്നത്. സ്കിന്നിനെ പിടിക്കും, ശ്വാസകോശത്തെ പിടിക്കും, ഹാർട്ട്, കിഡ്നി, ലിവർ, ഈ കാര്യങ്ങളൊക്കെ അവൻ പിടിക്കും. അപ്പോൾ പല അസുഖങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് വലിയ കരുതലുള്ള കാലമാണിത്. കുട്ടികൾക്ക് വളരെ കരുതലുള്ള കാലമാണ്. നിർബന്ധമായി ലോങ് ജേണി പോവുകയാണെങ്കിൽ വെള്ളം കരുതണം. ലോങ് ജേണി പോകുന്നവർ, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ട്രെയിൻ യാത്രയും അങ്ങനെയൊക്കെ ചെന്ന് ജോലിക്ക് പോകുന്നവർ, 4-5 മണിക്കൂർ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായി എന്ത് ചെയ്യണം? വെള്ളം കരുതണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കും. ഇനി വെറും ചൂടുവെള്ളമോ പച്ചവെള്ളമോ മാത്രം കുടിച്ചാൽ പോരാ, അവിടെയും പ്രശ്നമുണ്ട്. കാരണം എന്താണ്? പൊട്ടാസ്യം, സോഡിയം ഇതൊക്കെ ബോഡിയിൽ കുറയും. ഇത് കൊണ്ട് വിയർക്കത്തില്ല. ഹ്യൂമിഡിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വിയർക്കുന്നില്ല. എന്നാൽ നമുക്ക് ബോഡിക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും മോരോ, നാരങ്ങ വെള്ളമോ, കഞ്ഞിവെള്ളമോ അങ്ങനെയുള്ള അതും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് ഏതാണ്ട് തിരുവനന്തപുരത്ത് ഏതാണ്ട് 37 കടന്നു. പാലക്കാട് വരുമ്പോൾ 41 അതുപോലെ തന്നെ വന്നു കൊല്ലത്തൊന്നും സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് പാലക്കാടും പിന്നെ പുനലൂരുമാണ് മാത്രമാണ്. കൊല്ലം വലിയ അതിശയമായിട്ട് തോന്നുന്നു. അത് പാലക്കാടും പുനലൂരും നമ്മൾ കേൾക്കാൻ കാരണം രണ്ടും ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ്. വെസ്റ്റേൺ ഘാട്ടിന് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അന്യ സ്റ്റേറ്റിലെ കാറ്റ് കൂടി ഇങ്ങോട്ട് കയറുന്നത് കൊണ്ടാണ് ഇത് രണ്ടും തമിഴ്നാടിന്റെ അകത്ത് ഗ്യാപ്പ് ഉണ്ടല്ലോ, ചുരമുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചുരമുണ്ടല്ലോ. വെസ്റ്റേൺ ഘാട്ട് വഴി മറ്റിടത്ത് ഒരു സ്ഥലത്ത് നമുക്ക് ഘാട്ട് വഴി ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റത്തില്ല. എവിടെ ഇപ്പോൾ അഗസ്ത്യമല പോയി കഴിഞ്ഞാൽ അഗസ്ത്യമല കട്ട് ചെയ്ത് അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല, വാഹനത്തിനൊന്നും പറ്റില്ല. പക്ഷേ പാലക്കാട് പോകാൻ പറ്റും, പുനലൂരും പറ്റും. ചുരം അത് അവിടെ നിന്നുള്ള കാറ്റും കൂടി ഇങ്ങോട്ട് വരും, ചൂടുള്ള കാറ്റ് കൂടി നമുക്ക് ഇങ്ങോട്ട് വരും. അതാ ഒരു പ്രശ്നം. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിലും ഡിസ്ട്രിക്റ്റുകളിലും, പ്രത്യേകിച്ച് കൊല്ലത്തൊന്നും ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല. തൃശ്ശൂർ ഒക്കെ ഇത് വരികയാണ്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, തീരപ്രദേശവുമായി അടുത്ത് നടക്കുന്ന ജില്ലകളിൽ കടലിൻ്റെ ചൂട് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന അന്തരീക്ഷ ആർദ്രത ഇവിടെ ഇപ്പുറത്ത് കരയിൽ കൂടുകയും സൂര്യനിൽ നിന്ന് വരുന്ന ചൂടും കൂടി അവനെ പിടിച്ചിട്ട് ഇവിടെ കൈകാര്യം ചെയ്യും. ഇനി ഒരു ചെറിയ സയൻസ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സൂര്യപ്രകാശം നേരെ സൂര്യനിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആ വരുന്ന വഴിക്ക് ഭൂമിയെ ചൂടാക്കി അന്തരീക്ഷം ചൂടാക്കി അല്ല താഴോട്ട് വരുന്നത്. അതൊരു ലെയറേ ഉള്ളൂ, ഒരു സെർട്ടൻ പെർസെൻറ്റേജേ ഉള്ളൂ. കൂടുതൽ സംഭവിക്കുന്നത് സൂര്യപ്രകാശം എവിടെ വരും? ഭൂമിയിൽ വന്ന് തട്ടും, അല്ലെങ്കിൽ കടലിൽ വന്ന് അടിക്കും. എന്നിട്ട് അവൻ ഇവിടെയൊക്കെ കുറേശ്ശെ ചൂടായിട്ട് തിരിച്ച് സഞ്ചരിക്കും. ഈ ചൂട് എന്ത് ചെയ്യും? തിരിച്ച് മുകളിലോട്ട് പോകും. അപ്പോൾ കടലിൽ നിന്നാണ് മുകളിലോട്ട് പോകുന്നതെങ്കിൽ ആരെയും കൂടെ കൊണ്ടുപോകും? നീരാവിയും കൂടി കൊണ്ടുപോകും. കരയിൽ നിന്നാണെങ്കിൽ വെറുതെ പോകും. ഇവൻ കയറി പോകുമ്പോൾ ഇവൻ എന്ത് ചെയ്യാൻ പറ്റണം? ട്രാഫിക് ജാം ഇല്ലാതെ അങ്ങ് കയറി അന്തരീക്ഷം കയറി ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ ഇങ്ങനെ അങ്ങ് പോകണം. കുറേ അങ്ങ് പോയി അയോണീകരിക്കപ്പെട്ട് അന്തരീക്ഷത്തിൽ ലയിക്കും. വീണ്ടും ഇതൊരു സൈക്കിളാണ്, വാട്ടറിനെ പോലെ. സൂര്യപ്രകാശം വരുന്നു, ഭൂമിയിലും കടലിലും അടിക്കുന്നു, ഇത് മുകളിലേക്ക് കുറേ ഇവിടെ പോകും, ഇവിടെ എല്ലാം ചൂടാവുന്നു, മുകളിലേക്ക് പോകുന്നു, അത് പിന്നെ അയണീകരിച്ച് പോവും, വീണ്ടും വരും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ്. ഇത് മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ ചൂടിന്. എന്താ പ്രശ്നം? ഒന്ന്, ഹ്യൂമിഡിറ്റി ഇവിടെ നിൽക്കുകയാണ്, അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി നിൽക്കുകയാണ്. അപ്പോൾ ഈ ചൂടിന് ട്രാഫിക് ജാമായി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കിടന്ന് കറങ്ങിയേ പറ്റുള്ളൂ. രണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് 1700-കൾക്ക് ശേഷം കൽക്കരി, ഫോസിലുകൾ, വാഹന ഇന്ധനങ്ങൾ, അത് പെട്രോളിയം, ഡീസൽ ഇതെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട്, പിന്നെ വേസ്റ്റിൻ്റെ മാനേജ്മെൻ്റ് ഇല്ലായ്മ, സിമൻറ്റിൻ്റെ ഉപയോഗം, ഇങ്ങനെ പിന്നെ കാട് നശിപ്പിക്കുന്നത്, ഇങ്ങനെ പല കാരണങ്ങളാൽ
അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കുട പോലെ ഇവിടെ നിൽപ്പുണ്ട് അന്തരീക്ഷത്തിൽ. അപ്പോൾ അതും ട്രാഫിക് ജാം ഉണ്ടാക്കും. ഈ തിരിച്ചു പോകുന്ന ചൂടിനെ അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് സ്വതന്ത്രമായി മുകളിലോട്ട് പോകാൻ സമ്മതിക്കാതെ എവിടെ പിടിച്ചു നിർത്തും? അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന ലെയറിൽ പിടിച്ചു നിർത്തും. അപ്പോൾ അതിൻ്റെ താഴോട്ടെല്ലാം എന്ത് സംഭവിക്കും? ഉദാഹരണം, നമ്മൾ അടച്ചിട്ട റൂമിൽ ഇപ്പോൾ എ സി ഉള്ള റൂം ഉണ്ടെന്ന് ഇരിക്കുക. എ സി ഉള്ള റൂമാണെങ്കിൽ നമ്മൾ മൊത്തം ക്ലോസ് ചെയ്തിരിക്കും. വേറെ വാതിലും ജനലും എല്ലാം ക്ലോസ് ചെയ്തിട്ടായിരിക്കും എ സി ഇടുന്നത്. എ സി പോയി കറണ്ട് പോയെന്ന് വിചാരിക്കുക, ഒരു 10 മിനിറ്റോ 15 മിനിറ്റിനപ്പുറം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എവിടെ നിന്നാണ് ഇത് സംഭവിക്കുന്നത്? ആ റൂമിലെ ചൂടിന് എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മളൊരു പിന്നെ ആൾ കൂടിയാലോ? ഇപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ, ഒരു റൂമിൽ ഉണ്ടാവുന്നതിനേക്കാൾ സഫർക്കേഷൻ ഒരു ഓഡിറ്റോറിയത്തിലുണ്ടാവും. കാരണം ഓഡിറ്റോറിയത്തിലാകുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ കിടന്ന് കറങ്ങാണ്, അതിന് പുറത്തു പോകാൻ പറ്റുന്നില്ല. അപ്പം വായു എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അത് ചൂടുള്ള വായുവാലും തണുത്ത വായുവാലും. ഇപ്പം എ സിയുടെ ഉപയോഗം കൂടിയിട്ടുണ്ടല്ലോ. അതെ, ഈ ഏറെ നേരം എ സിയിൽ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് മറ്റ് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഈ എ സി ഒരുപാട് ഉപയോഗിക്കുന്നത് CFC, അതിൻ്റെ കാർബൺ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്തരീക്ഷത്തിൽ വേറെ ഉണ്ടാക്കുന്നു, അതും ചൂട് കൂട്ടും. പിന്നെ വേറെ ഒരു കാര്യം ആലോചിക്കൂ, ഒരു സമൂഹം എത്ര പേർക്ക് അങ്ങനെ എത്ര സമയം എ സിയിൽ ഇരുന്ന് ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റും? അത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇവിടുത്തെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരോ കുറച്ച് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളവരോ കുറച്ച് കമ്പനിയിലോ വർക്ക് ചെയ്യുന്നവരല്ല, കുറച്ച് സമ്പന്നന്മാരും അല്ല ഈ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ കൃഷി ഇടങ്ങൾ, കോടിക്കണക്കിന് വരുന്ന കന്നുകാലി സമ്പത്തിനെ പരിരക്ഷിക്കുന്നവർ, പിന്നെ ചെറിയ തൊഴിൽ ചെയ്യുന്നവർ, ചെറുകിട സംരംഭക്കാർ, അങ്ങനെയുള്ള മഹാഭൂരിപക്ഷം ആളുകളാണ് ഒരു വ്യവസ്ഥിതിയെ, ഒരു സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എ സി ഉണ്ടായിട്ട് എന്ത് കാര്യമൊന്നേ? കൃഷി ചെയ്യാൻ പറ്റത്തില്ലൊരു എ സി കൊണ്ടുപോയി, പാടത്ത് പോയി എ സി വെച്ച് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു മണ്ടൻ ആശയമാണ്. നമുക്ക് എ സി വെച്ചിട്ട് ഇതിനെ പരിഹരിക്കാതെ. മറ്റേ സംബന്ധിച്ച് ഒരു ചെറിയ സമൂഹത്തിന്, ചെറിയൊരു ഗ്രൂപ്പിന് ചെറിയ സമയത്തേക്ക് എ സി ഓക്കെ. സാധാരണക്കാരനും ഭയങ്കര ചൂടാണെങ്കിൽ കുറച്ച് സമയം എ സി പോയിരിക്കാം. പക്ഷേ എ സി വെച്ചുകൊണ്ട് മറ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് പാടത്തുള്ള പണി, പുറത്തുള്ള വർക്കുകൾ, ഇൻഡസ്ട്രിയൽ വർക്കുകൾ, പിന്നെ മറ്റെല്ലാ വർക്കും നടക്കുന്നത് പറമ്പിലും പാടത്തും പുറത്തുമാണ്. അവിടെ കൃത്യമായി നമുക്ക് വേറൊരു അന്തരീക്ഷം ഉണ്ടായേ പറ്റൂ. ആ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ പറഞ്ഞ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ലെയർ അല്ല, ഒരു സറൗണ്ടിങ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, ഒരു ചുറ്റുപാട് നമുക്ക് ഇല്ലാതായി പോകുന്നു എന്നുള്ളത് കേരള സമൂഹമൊക്കെ വളരെ ഗൗരവമായി കാണണം. ഒരു കാര്യം കൂടി ആ ഭാഗത്ത് നമ്മൾ പറയണം. 2 തരം കാലാവസ്ഥയുണ്ട്, നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നൊരു സ്ഥൂലമായ കാലാവസ്ഥ, വളരെ കോമണായി വരുന്നൊരു കാലാവസ്ഥ, മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം. ഒരു സൂക്ഷ്മ കാലാവസ്ഥയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് നമ്മളിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്, ഈ മെസ്സേജ് ചെയ്യുന്നത്. കവടിയാറിൽ പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ് അതുവഴി വണ്ടി ഓടിച്ചു പോകാൻ. കുറച്ചൊരു മെയിൻ റോഡിലോട്ട് കയറിയാലോ, NH-ലോട്ട് കയറിയാലോ അത് ഭയങ്കര ചൂടാണ്. എയറോഡ്രാമിലോട്ട് പോയി കഴിഞ്ഞാലോ അത് ഭയങ്കരമായ ചൂടാണ്. അപ്പോൾ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഈ ചൂടിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മരങ്ങൾ വെച്ചും ഹരിത നിർമ്മിതികൾ കൊണ്ടും പല രൂപത്തിൽ മനുഷ്യന് മാനേജ് ചെയ്യാൻ പറ്റും. ആ മാനേജ്മെൻറ്റ് കുറവാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ. കാരണം എന്തായിരുന്നു? ആരും മനഃപൂർവ്വം ചെയ്യാത്തതല്ല. കാരണം അത്ര ഭയങ്കര ചൂടോ അത്ര ഭയങ്കരമായ പ്രളയമോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. ഈ തലമുറ യുദ്ധം കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ. അതികഠിനമായ ക്ഷാമം അനുഭവിച്ചില്ല. ഇപ്പോൾ കൊറോണ വന്നപ്പോഴും കുറച്ച് ഫുഡിനൊന്നും വലിയ ക്ഷാമം വന്നില്ല. മറ്റ് മൊബിലിറ്റി കുറവ് വന്നെന്നുള്ളല്ലാതെ ഫുഡില്ലാതെ ഒന്നും ആരും മരിച്ചില്ല. അപ്പോൾ ചിലർക്ക് സന്തോഷമായിരുന്നു, വീട്ടിലൊക്കെ ഇരിക്കുക എന്ന് പറയാം, പിന്നെ ഓൺലൈൻ വർക്ക് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ. അപ്പോൾ നമ്മൾ ഒരു എന്താ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കും, പക്ഷേ പുല്ല് തിന്ന് മലയാളി ജീവിച്ചിട്ടുണ്ട്. അതെ അതെ. കപ്പ മലേഷ്യയിൽ നിന്ന് രാജാവ് പോയി കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ മലയാളിക്ക് കൊടുക്കാൻ പറ്റുമോ, കേരളീയന് പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് പുറത്തുനിന്ന്, മലേഷ്യയിൽ നിന്ന്. പുല്ല് കഴിച്ചിട്ടുണ്ട്. ഗോതമ്പ്, അമേരിക്കയിൽ നിന്ന് വരുന്ന കുതിരയ്ക്ക് കൊടുക്കുന്ന വേസ്റ്റ് കളയുന്ന മഞ്ഞപ്പൊടി നമ്മൾ സ്കൂളുകളിലൊക്കെ കൊടുത്തിട്ട് വളരെ പവിത്രമായ ഫുഡായിട്ട്, ഇപ്പോൾ കുട്ടികൾ ജിലേബി ലഡ്ഡു കഴിക്കുന്ന അത്രയും പവിത്ര ഫുഡായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്, മഞ്ഞ പൊടി കഴിച്ചിട്ടുണ്ട്. അപ്പം അത് ദാരിദ്ര്യം വന്നപ്പോൾ ചെയ്ത കാര്യമാണ്. ആ ദാരിദ്ര്യം ഒരു തലമുറ കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു. അപ്പം നമ്മളിപ്പോൾ ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദാരിദ്ര്യം കാണാത്തൊരു സമൂഹം കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഒരു ഫീഗർ നമ്മൾ മനസ്സിലാക്കുന്നത്. യുദ്ധം കാണാത്തൊരു സമൂഹം, ക്ഷാമം എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞിടാത്തൊരു സമൂഹം. അപ്പോൾ ഇപ്പോൾ ബംഗാളിലെ ആളുകൾ കുറച്ച് പേര് ജോലിക്ക് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു 40 വയസ്സുകാരൻ ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ 10-30 വർഷം മുമ്പ് അവിടെ ദാരിദ്ര്യമായപ്പോൾ പലായനം ചെയ്ത് പോയവരുടെ മക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അവർക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല.
അവർ പലായനം ചെയ്തു പോയി അവിടെ നിന്ന്. കാരണം ഒന്നുകിൽ ചൂട്, ക്ഷാമം, പ്രളയം, ഇതിങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചൂട്, ഇതിപ്പം മേടം പകുതി പിന്നെ കഴിഞ്ഞു. സാധാരണ അപ്പോൾ ഇടവമാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതാണ് മുൻകാലങ്ങളിൽ. അപ്പോൾ ഇപ്പോഴുള്ള ചൂട് ഇനി കൂടുമെന്നാണ്. അതിപ്പോൾ 6-ാം തീയതി വരെ ശക്തമായ ചൂടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഉഷ്ണതരംഗം വരുമെന്നും അതുകൊണ്ട് സ്ഥാപനങ്ങളും സ്കൂളും ഒക്കെ അടച്ചിടണമെന്നും ഒക്കെ പറഞ്ഞുള്ള നിർദ്ദേശം IMDയുടെയും ദുരന്തനിവാരണ അതോറിറ്റിയുടെയും ഇപ്പോൾ തന്നെ ആൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കാരണം ഇതിനകത്തുള്ള ഒരു വലിയ പ്രശ്നമുള്ളത്, അതൊരു പരിമിതിയാണ്. നമ്മുടെ വളരെ ദീർഘകാലത്തെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 10 ദിവസം, 20 ദിവസം, 30 ദിവസം നമുക്ക് അങ്ങനെ പറയാൻ ചില കാൽക്കുലേഷൻ, അല്ല അതുപോലെ തന്നെ വരത്തില്ല. പക്ഷേ 5 ദിവസത്തേക്കാണെങ്കിൽ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ വരുന്നുണ്ട്. പിന്നെ അതിനപ്പുറം ഉള്ളതെല്ലാം അതിൻ്റെ പ്രോബബിലിറ്റി കുറയുകയാണ്, പറയുന്നതിൻ്റെ ശതമാനം കുറയും. 5 ദിവസത്തേക്ക് 100% പറയാം. 6-ാം ദിവസം ആകുമ്പോൾ ഒരു 90% അങ്ങനെ സംഭവിക്കുകയുള്ളൂ. രണ്ടിലും വരെ. ഇപ്പോൾ ഒരു 25 ദിവസത്തേക്ക് പറയുകയാണെങ്കിൽ 50-50 പോകും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് മെയ് ഒരു 10-ാം തീയതി 6, 7, 8, 10 വരെയൊക്കെ ഈ ഒരു രീതി പോയേക്കാം. അപ്പോൾ ഇടവമാസം ആകുമ്പോഴേ ഈ കാലവർഷം നമുക്ക് 15-ാം തീയതി കൂടി വരും. കുറച്ച് നേരത്തെ, സാധാരണ ജൂണിലാണല്ലോ വരുന്നത്. ജൂൺ കാലവർഷം നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷെ പ്രതീക്ഷിക്കാമെന്നും ചിലപ്പോൾ ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ മഴ ശക്തമാകാനും ആദ്യത്തെ സ്പെല്ലിലൊന്ന് കുറയാനും പിന്നെ ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണവും കണക്കും പറയുന്നത്. അത് നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തിലെ ഒരുപാട്. ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വേനൽക്കാലമാണ്, ഇനിയും വരും കാലങ്ങളിലെ വേനൽക്കാലവും ഇതുപോലെ തന്നെ ആയിരിക്കും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര, പിന്നെ മഴയുടെ പാറ്റേൺ മാറി, അതും വേറെ രസമുണ്ട്. പർവ്വതജന്യമായ മഴയാണ് കേരളത്തിൽ പെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളൊക്കെ തടഞ്ഞ് ഇവിടെ അത് പെയ്യാനുള്ള മലകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് കട്ടായപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ മഴയ്ക്കുള്ള സ്കോപ്പ് പോയി. ഇപ്പം സംവഹന മഴയെന്നാണ് പറയുന്നത്, ടെക്നിക്കൽ ടൈം ഞാൻ പറയാം. അപ്പോൾ എന്താണ് സംഭവിക്കുക? കടലിലെ വെള്ളം നീരാവിയായി മോൾപോട്ട് പോയി കുറച്ച് സഞ്ചരിച്ചിട്ട് പെട്ടെന്ന് മഴ വരുന്നു. പിന്നെ വേറെ ഒരു സംഭവം ഇപ്പോൾ കാണുന്നുണ്ട് കേരളം. ഇതെല്ലാം ഇനി ഒരുപാട് അക്കാഡമിക് ഗവേഷണങ്ങൾ നടക്കേണ്ട മേഖലയാണ് ഇതൊക്കെ. വേറെ മേഖല എന്ന് പറഞ്ഞാൽ സാധാരണ നല്ല പൊക്കത്തിൽ നിന്നായിരുന്നു എന്ത് വന്നുകൊണ്ടിരുന്നത്, മഴ പെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മഴമേഘങ്ങൾ താഴ്ന്ന പൊക്കത്തിൽ, അന്തരീക്ഷത്തിലെ താഴ്ന്ന പൊക്കത്തിൽ നിന്ന് മഴ പെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ശക്തി കൂടുതലായിരിക്കും മഴയ്ക്ക്. അതാണ് ഈ പ്രളയമൊക്കെ ഉണ്ടാക്കുന്നത്. മഴത്തുള്ളിയുടെ കനം, ഒരു തുള്ളി കയ്യിലെടുത്താൽ അതിൻ്റെ ഒരു കനമുണ്ട്, ഒരു തിക്നെസ് ഉണ്ട്, അത് കൂടുതലാണിപ്പോൾ പഴയതിനേക്കാൾ. അപ്പോൾ വളരെ ഉയരത്തിൽ നിന്ന് വരേണ്ട മഴ താഴ്ന്ന സ്ഥലത്തുനിന്ന്, കുറച്ചുകൂടെ താഴ്ന്ന സ്ഥലത്തുനിന്ന്, ചെറിയ ഹൈറ്റിൽ നിന്ന് വരുന്നു. തുള്ളികളുടെ കനം കൂടുതലാണ്. താഴെ വരുമ്പോൾ അതിനെ തടയാൻ മലകളില്ല, പുഴകളില്ല, നദികളില്ല, വയലുകളൊന്നുമില്ല. ഇവയെല്ലാം കൂടെ കുത്തി ഒലിച്ച് എവിടെ പോകും? കടലിലേക്ക് പോകാൻ ശ്രമിക്കും. അതാണ് അവിടെ പ്രളയമാക്കി മാറ്റുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂവിനിയോഗം, ഭൂമിശാസ്ത്രപരമായ ഘടന, വയൽ, പുഴ, നദി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുന്നുകൾ, നമ്മുടെ കാടുകൾ, ഇതെല്ലാം നശിപ്പിച്ചെന്നോ അല്ലെങ്കിൽ നമ്മൾ നശിപ്പിച്ചെന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇവിടുത്തെ ഭൂമിശാസ്ത്രത്തിനും ഭൂഘടനയ്ക്കും മാറ്റം വന്നിട്ടുണ്ട്. ഇതും നമ്മുടെ അന്തരീക്ഷ താപനിലയെ ആക്സിലറേറ്റ് ചെയ്യുന്നതിന് ഒരു ഘടകമാണ്. കാരണം ഇവിടെ ധാരാളം മരങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹ്യൂമിഡിറ്റിയൊക്കെ വന്നാൽ കുറേ അതും കൂടി സപ്ലിമെൻറ്റ് ചെയ്യുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോൾ ആ ഒരു സപ്ലിമെൻറ്റിങ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഇവിടെ അന്തരീക്ഷത്തിൽ താർ മരുഭൂമി പോലെ അല്ലെങ്കിൽ അറേബ്യ രാജ്യങ്ങളെ പോലെ മരുഭൂമി പോലെ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ തന്നെ ഇതെല്ലാം കൂടെ നിൽക്കുകയാണ്. കടലിൽ നീരാവിയുള്ള സാധനമാണ് മുകളിൽ നിൽക്കുന്നത്. സൂര്യൻ്റെ ചൂട് താഴെ വന്നിട്ട് എങ്ങോട്ട് പോകാനും പറ്റുന്നില്ല, ആശാന് ഒലിച്ചു പോകാനും പറ്റുന്നില്ല, അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങും. നമുക്കാണെങ്കിൽ ഇരട്ടി ഫലം കിട്ടും. സൂര്യൻ്റെ ചൂട് മാത്രമേ ഇവിടെ കണക്കൂട്ടുന്നുള്ളൂ. ഈ താപനിലയിൽ ഈ 39 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആരുടെ ചൂട് മാത്രമാണ്? സൂര്യൻ്റെ ചൂടാണ്. ആക്ച്വൽ ചൂടല്ല. ആക്ച്വൽ ചൂട് 50 ഡിഗ്രിയിലേക്ക് പോകും. കാര്യം എന്താണ്? മറ്റേവൻ്റെ കൂടെ കൂട്ടണം, ആ ഹ്യൂമിഡിറ്റിയും കൂടെ കൂട്ടണം. അങ്ങനെ ഒരു കണക്ക് നമ്മൾക്ക് എടുക്കുന്നില്ല. നമ്മുടെ പഠനത്തിൽ അതില്ല. സൂര്യനിൽ നിന്ന് ടെമ്പറേച്ചറിൻ്റെ കണക്ക് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. താഴെ നിന്ന് വരുന്ന ഹ്യൂമിഡിറ്റിയും കൂടെ ചേർത്ത് അത് വേറെ കണക്കാണ്. ഹ്യൂമിഡിറ്റിയുടെ കണക്ക് വേറെ എടുക്കും, പക്ഷെ അത് വേറെ കണക്കാണ്. പക്ഷെ രണ്ടും കൂടി എന്തിൽ വരും? അനുഭവവേദ്യമാകുമ്പോൾ, മനുഷ്യൻ്റെ അനുഭവവേദ്യമാകുമ്പോൾ ചൂടും രണ്ടും കൂടി ചേർത്തിട്ടാണ് മനുഷ്യൻ്റെ ബോഡിക്കും അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ബോഡിക്ക് ഇത് അനുഭവവേദ്യമാകുന്നത്, ഭൂമിക്ക് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 50 ഡിഗ്രിയുടെ ഫലം നമുക്ക് കിട്ടും. 39 ഡിഗ്രിയാണ് ഒരു 50 ഡിഗ്രിയുടെ ഫലം കിട്ടും. 40 ഡിഗ്രിയാണ് 60 ഡിഗ്രിയുടെ ഫലം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, ഇടമഴകൾ വരുന്നു, പരമാവധി മഴയെ സംരക്ഷിക്കുക, കാലാവസ്ഥയെ പിന്നെ ഭൂപ്രകൃതിയെ സംരക്ഷിക്കുക, ഹരിത നിർമ്മിതികളിലേക്ക് പോവുക.